എന്റെ അപ്പച്ച തണുപ്പ് പിടിച്ചാ പിന്നെ മേലെ നിങ്ങളുള്ള പണിയൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഇത്രയും വലിച്ചു വയർ നിറച്ച് തിന്നരുത്. ഇതൊരു ചേരമാക്കാൻ വിഴുങ്ങുമല്ലോ വിഴുങ്ങിട്ടിരിക്കുക. നീ ഇതാ പിള്ളേർക്കാങ്ങാൻ കൂടെ എന്റെ ഗ്രൻസി. അവര് ഈ നല്ല സാധനം വല്ലതും കഴിക്കുവോ? എന്നാ അപ്പച്ചൻ കഴിച്ചു. എന്നാ ഓ എനിക്ക് വേണ്ട, എന്റെ വയറിന് മേല. എന്റെ അപ്പച്ച ഇതങ്ങനെ സാധാരണ മുന്തിരിങ്ങ അല്ല. നമ്മുടെ ഇക്ലിച്ചാക്കോ ധ്യാനത്തിന് പോയപ്പോ വെഞ്ചരിച്ചു കൊണ്ടുവന്നതാ. കഴിച്ചു. ഇക്കളിച്ചാക്കോ? അതാരാണ് ഇക്കളിച്ചാക്കോ? അത് എന്റെ ഓഫീസിലെ ഡെസ്പാച്ച് വർക്ക് ചെയ്യുന്ന ഒരു തുണ ഇക്ലിച്ചാക്കോ. അവൻ ഈ ഓഫീസിൽ വന്നിരുന്ന് എന്നാ പറഞ്ഞാലും ഒരു പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ടോണ്ടിരിക്കണ ഒരു ചിരിയാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇട്ട പേരാ ഇക്ലിച്ചാക്കോ. ആ പിന്നെ ഇവനൊരു ഭാര്യയുണ്ട്, കുളിരു കുഞ്ഞമ്മ. പൊരിയുന്ന വെയിലത്തും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര തണുപ്പാ. എപ്പ നോക്കിയാലും ഒരു സ്വെറ്റർ ഇട്ടോണ്ടേ നടക്കുള്ളൂ. ഇതൊക്കെ ആണെങ്കിലുണ്ടല്ലോ, എവിടെ ധ്യാനമുണ്ടോ പ്രാർത്ഥനയുണ്ടോ ഇവർ രണ്ടുപേരും ഹാർമോണിയപ്പെട്ടിയായിട്ട് മുമ്പിൽ തന്നെ കാണും. എന്നിട്ട് ജോലി സ്ഥലത്ത് വന്നിരുന്നിട്ട് ഉറക്കം തൂങ്ങൽ തന്നെ. അതിന് അവരെ മാത്രം പറയുന്നത് എന്തിനാ? അച്ഛന് അതിൽ ഭേദം വല്ലതും ഉണ്ടോ? ജോലിക്ക് ചെന്നാൽ ഈ ഇൻഷുറൻസിന്റെ ഫോൺ കോളും പേപ്പർ വർക്കും അല്ലേ. എല്ലാവർക്കും ഓരോ സൈഡ് ബിസിനസ് ഉണ്ടല്ലോ അവിടെ. പിന്നെ കൂട്ടത്തിൽ ഭേദം അലക്സേ ഉള്ളൂ. അലക്സിന് സൈഡ് ബിസിനസ്സിൽ നിന്ന് മാത്രം പറയരുത്. കഴിഞ്ഞ മാസം ഉണ്ടായ കൊച്ചടക്കം പിള്ളേര് 4. ചോദിച്ചപ്പോ അവൻ പറയാ ഒരാങ്കച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവയെന്ന്. ഞാൻ പറഞ്ഞു എന്നാ അത്ര അത്യാവശ്യമാണ്, ഒരെണ്ണം എന്റെ ഉണ്ട്, വേണം കൊണ്ടുപോകൂ, 10 പൈസ തരണ്ടെന്ന് പറഞ്ഞു. ചുമ്മാ അങ്ങനൊന്നും പറയണ്ട. വയസ്സാം കാലത്ത് അവനെ കാണത്തുള്ളൂ ആശ്രയമായിട്ട് അവസാനം. അവന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമുക്ക് വാൾമാർട്ടിൽ ഒന്ന് പോണം. അവന്റെ കാൽക്കുലേറ്റർ പൊട്ടിപ്പോയെന്ന്. നമുക്ക് അവനൊന്ന് മേടിക്കണം. ആ കൂട്ടത്തില് നമുക്കൊരു മൈക്രോവേവ് മേടിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചാൽ 5 മിനിറ്റ് എടുക്കും അതൊന്ന് ചൂടായി കിട്ടാന്. ഏതായാലും ഇത്രയായില്ലേ, ഇനി ബ്ലാക്ക് ഫ്രൈഡേ വരട്ടെ, അന്ന് നല്ല സെയിലുണ്ട്, അന്നേരം മേടിക്കാം. ഇതെന്നതാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ? കർമ്മന്മാരുടെ മറ്റോ വല്ല പെരുന്നാളോ മറ്റോ ആണോ? അതപ്പച്ച ഈ താങ്ക്സ് ഗിവിംഗിന്റെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഇവിടെ എല്ലാ കടകളിലും വലിയ സെയിലാ. പക്ഷെ അതിരാവിലെ പോയി ലൈൻ നിൽക്കണം, ഇല്ലേ സാധനങ്ങൾ ആമ്പിള്ളേർ വീട്ടിൽ കൊണ്ടുപോകും. അതായത് കോഴി പോകുന്നതിന് മുമ്പ് എന്നില്ലേ ഒരു സാധനവും കിട്ടിയല്ല. ഈ വെളുപ്പിന് ഇരുട്ടത്ത് നടക്കുന്ന കച്ചവടം ആയതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയണത്. ആഹാ, മലയാളിയാണോ? എങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വിഷമിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നേ? ജോചേട്ടന് എനിക്ക് അങ്ങനെ വിളിക്കാലോ അല്ലേ? ചേട്ടൻ ഇപ്പൊ കാറിനും വീടിനും കൂടി എത്ര ഇൻഷുറൻസ് കൊടുക്കുന്നേ? എന്റെ 2 കാറിനും വീടിനും കൂടി ഞാൻ $275 കൊടുക്കുന്നത്. $270? അത് കൂടുതൽ ചേട്ടാ. ഞങ്ങളാകുമ്പോണ്ടല്ലോ കാറിനും വീടിനും ഒന്നിച്ചെടുത്താല് ഇപ്പൊ 30% വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എന്റെ കാറ് വിറ്റിട്ട് പുതിയൊരു കാർ എടുക്കാനാണ് പ്ലാൻ. അത് കഴിഞ്ഞു പോരെ? അല്ല, ഇൻഷുറൻസിന്റെ കാര്യമാകുമ്പോ ഈ കടലിൽ കല്ലിടുന്ന പോലെയാ. $25-50 ഒക്കെ ഒരു മാസം വെറുതെ കളയാന്ന് പറഞ്ഞാല്. സാർ ഏതായാലും സാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് ചേട്ടന്റെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതിയല്ലോ. ചേട്ടന്റെ ലാസ്റ്റ് നെയിം എന്താ? എന്റെ ലാസ്റ്റ് നെയിം മാത്യു. ഞങ്ങൾക്ക് ആവളെ ഈ 24 hours കസ്റ്റമർ സർവീസ് ഉള്ളതുകൊണ്ട് ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ. Who is that, George? ആരുമല്ല. Is everything okay? എവറിഥിങ് ഓക്കെ മാഡം. എല്ലാം. Are the invoices ready? Oh, so invoice I give to Chako already. He going to handle. Oh, okay. Okay. All right. Thank you, ma'am. ഒരു പോളിസി കഷ്ടിച്ചൊന്ന് ഒത്തു വന്ന അന്നേരം തള്ള കയറി വന്നു. ഹലോ ഹലോ, ഒരു ആസ്മ പിടിച്ച കാരണന്മാര് വീട്ടിലുള്ള പോലെ ഈ ഓഫീസിനകത്ത് വന്ന വലിയ ബഹളാണല്ലോ എന്റെ ചാക്കോ. ഇത് കമ്പ്യൂട്ടർ ആണോ അതോ മിക്സിയോ? അതെ, ഇതിന്റെ ഫാൻ ഏതാണ്ട് പോയി കിടക്കുവന്നേ. അല്ല, നമ്മൾ ഈ കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് നല്ല ഒന്നാമതായിട്ട് ഇവിടെ പണി എടുത്തോണ്ടിരുന്ന, ഇത് വന്നതിന് ശേഷം 1 മിനിറ്റ് ജോലി ചെയ്താ 10 മിനിറ്റത്തെ കുത്തിക്കൊണ്ടിരിക്കണം. എനിക്കറിയാൻ പറ്റും. എന്നാലേ ജോർജെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു. ഞാൻ നമ്മുടെ മാനേജറെ കുറിച്ചൊന്ന് അന്വേഷിച്ചേ. അയാൾ നമ്മുടെ അളിയന്റെ കൂടെ പണ്ട് ബോസായിട്ട് ജോലി നോക്കിയിട്ടുള്ളതാണേ. അയാളാണ് കമ്പ്യൂട്ടറൈസേഷൻ നേരിട്ടുള്ള ആളാ. മാത്രമല്ല അയാൾ ഭയങ്കര സ്ട്രിക്റ്റുവാ. ഇനി നമ്മുടെ കളിയൊന്നും നടക്കും തോന്നണില്ല കേട്ടോ. ഓരോരുത്തർമാർക്ക് കുറ്റിയും പറിച്ചോണ്ട് വരാൻ കണ്ട സ്ഥലം. നീ എന്റെ ചാക്ക എപ്പോഴും ഇങ്ങനെ ചിരിക്കണേ? സാറില്ല, നമുക്കൊരു മുട്ടായൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വർത്താനം പറയാം. എന്താ പിന്നെയും വല്ല ഗുഡ് ന്യൂസും ഉണ്ടോ? എന്റെ പൊന്നു ചാക്കോച്ചാ, ചതിക്കല്ലേ നീ. ആ പ്രാർത്ഥിക്കണ നാക്കുകൊണ്ടൊന്നും പറയല്ലേ. ഇപ്പൊ തന്നെ 4 എന്റെ എക്കത്ത് സ്ഥലം ഇല്ലാതായി. ചതിക്കല്ലേ ചാക്കോ. അപ്പൊ എന്റെ നാക്കിന്റെയാ കുഴപ്പം? ചേട്ടാ, നാളെ ബ്ലാക്ക് ഫ്രൈഡേ. നല്ല സെയിൽ, അത് ഇഷ്ടംപോലെ സെയിലുണ്ട് കേട്ടോ.
സിയേഴ്സിലെ കിങ് സൈസ് ബെഡ് കണ്ട എന്നാ ചീപ്പാ. അത് നിനക്കെന്തിനാ ഇപ്പൊ ബെഡ്? നിന്റെ കല്യാണമൊന്നും ആയില്ലല്ലോ. അല്ല ആകുമല്ലോ. അപ്പം ഇപ്പം മേടിച്ചു വെക്കുന്നതല്ലേ ബുദ്ധി. ദേടാ അത് കണ്ടോ, കുഞ്ഞു പിള്ളേരെ ഇടാനുള്ള ക്രിബ്, അതിന്റെ അണ്ടർ അങ്ങ് മേടിച്ചു വെച്ചു. കല്യാണം കഴിഞ്ഞ ഉടനെ അതിന്റെ പിള്ളേരും ആകുമല്ലോ. അച്ചായോ അവനെ എപ്പോഴും ഈ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുവാ ഇത്? എടാ ഇത് ഞാൻ കളിയാക്കിയതല്ല, ഒരു കാര്യം പറഞ്ഞതാ. നമ്മള് പറഞ്ഞ കളിയാക്കുക. എടാ നാളെ രാവിലെ നിന്നെ ഞാൻ സിയേഴ്സിൽ കൊണ്ട് ഇറക്കാം. എന്നിട്ട് ഞാൻ നേരെ വാൾമാർട്ടിലേക്ക് പോവാം. അവിടുന്ന് എനിക്കുള്ളത് മേടിച്ചിട്ട് ഞാൻ നിന്നെ നേരെ പിക്ക് ചെയ്ത് മേസീസിൽ കൊണ്ട് ഇറക്കും. അത് കഴിയുമ്പോൾ ഞാൻ റിൻസിയും കൂടെ നേരെ കേമാർട്ടിലേക്ക് പോകും കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് കൂട്ടങ്ങളെല്ലാം മേടിക്കാം. എന്നെ ഒന്നും കിട്ടത്തില്ല ഈ വെളുപ്പാങ്കാലത്ത് തണുപ്പത്ത് പോയി നിക്കാന്, അതിന്റെ കൂടെ മനുഷ്യന്റെ ഇടിയും തൊഴിയും ഒക്കെ കിട്ടാന്. പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ വെളുപ്പത്ത് മഞ്ഞും കൊണ്ട് ഈ പോത്തട്ടയുടെ കുട്ടി ഇവിടെ തന്നെ വളഞ്ഞുകൂടി കിടന്നു. കേമാറ്റുകാർ സാധനം ലോറിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. എടി കുറച്ച് മെനക്കെടണം ചീപ്പായിട്ട് സാധനം കിട്ടണമെങ്കിൽ. അല്ലാതെ എന്നാ ചെയ്യണം?